ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി ആൻഡ് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഗ്ലിറ്റർ പിക്സ്. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, then സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് കാട്ടിലമ്പലത്തിൽ പോവുകയാണ്. അതിന് മുമ്പ് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് കുറേ നാളായിട്ട് എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ്. എൻ്റെ മൈക്ക് ഇടയ്ക്ക് വെച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പുതിയ മൈക്കെല്ലാം വാങ്ങിയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഭാഗ്യത്തിന് എന്തോ കറക്റ്റായിട്ട് ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇനിയും കേടാകുന്നതിന് മുമ്പ് പെട്ടെന്ന് അങ്ങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്ക് വെച്ച് വേറെ വോയിസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇടയ്ക്ക് വെച്ച് ഈ മൈക്ക് തന്നെ അങ്ങ് ഓഫായി പോകാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന്. പിന്നെ ഞാൻ വേറെ മൈക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കാട്ടിലമ്പലത്തിൽ പോവുകയാണ്. നമ്മുടെ വൃശ്ചികം വീടിട്ടില്ലേ, നമ്മൾ ഷോർട്സ് ഇട്ടില്ലേ, അന്ന് നമ്മുടെ അമ്പലത്തിൽ തിരുവാതിര കളിച്ച ടീമില്ലേ, അതിൽ നമ്മുടെ സരികയും സഞ്ജനയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നത് കാട്ടിലമ്പലത്തിൽ വെച്ചായിരുന്നു. അപ്പം നമുക്കൂടെ പോകാമെന്ന് വിചാരിച്ചു. അവർക്ക് തിരുവാതിര കളിക്കുകയും ചെയ്യാം, നമുക്ക് കാട്ടിലമ്പലത്തിൽ പോവുകയും ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ റെഡി ആയപ്പോൾ ഇട്ടത് BB ക്രീം ആയിരുന്നു. BB ക്രീം ഞാൻ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് മൊത്തം പണിയായിപ്പോയി. പിന്നെ ഞാൻ പ്രേതത്തെ പോലെ ഇരിക്കുമായിരുന്നു. പിന്നെ മൊത്തം തുടച്ച് കളഞ്ഞിട്ടാണ് പോയത്. പിന്നെ അവർ അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെയാണ് പോയത്. പിന്നെ ഞാൻ, ശൈലേമ്മ, ദേവു, ധീരൂസ്, റെബേക്കയൊക്കെ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഡെയിലി കാണുന്നവർക്ക് ഇവിടെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ പണ്ട് ഞാനിങ്ങനെ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഒരു വർഷമായിട്ടാണ് ഞാനിങ്ങനെ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് കറക്റ്റ് ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ചിട്ട് ഇപ്പം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. ഒരു വീക്കിൽ ഒരു 2-3 ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് വീഡിയോസ് എടുക്കാൻ ടൈം കിട്ടാറേ ഇല്ല. കിട്ടുന്നത് ഒരു സൺഡേ ആയിരിക്കും. സൺഡേ ഞാൻ മിനിമം 2 വീഡിയോസ് എങ്കിലും എടുക്കാറുണ്ട്, ലോങ് വീഡിയോസ്. അതിങ്ങനെ ഓരോ വീക്ക് വെച്ചാണ് ഇടുന്നത്. ഇപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം കിട്ടാറില്ല വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. നമ്മളിപ്പോൾ പോകുന്നത് കാട്ടിലമ്പലത്തേക്കാണ്. നമ്മൾ പറഞ്ഞ് വേറെ എങ്ങോട്ടേക്കോ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റേ ജങ്കാറിലൊന്നും കയറിയല്ല പോകുന്നത്. ഇപ്പം നമ്മൾ മറ്റേ അഴീക്ക പാലമില്ലേ, അതിൻ്റെ ആ ഒരു വഴിയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ജങ്കാർ വഴി വരുന്നത് വേറെ ഏതോ വഴിയാണ്. ഈ വഴി വരുമ്പോൾ നമുക്കിങ്ങനെ ജങ്കാർ വഴി കയറി വരേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ചെന്ന് കയറുന്നത് അമ്പലത്തിലോട്ടായിരിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഗീസ് ആ ജങ്കാർ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രാർത്ഥിച്ച് വരുവാണ്, ദൈവമേ അതിനകത്ത് കയറേണ്ടി വരല്ലേന്ന്. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. എനിക്കാണെങ്കിൽ കിടുങ്ങിയിട്ട് എനിക്ക് കറക്റ്റ് പറയാനൊന്നും പറ്റുന്നില്ല. പിന്നെ അമ്പലം ഒത്തിരി മാറിപ്പോയി ഗൈസ്. ഞാൻ 2 വർഷം അവിടെ പോയിട്ട്. അപ്പോൾ 2 വർഷം കൊണ്ട് ഇത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയില്ലായിരുന്നു, അപ്പോൾ അവിടെ ഉള്ള അതേപോലത്തെ ക്യൂ ആയിരുന്നു ഇപ്പോൾ ഇവിടെയും കണ്ടത്. ഞങ്ങൾ വിചാരിച്ച് നമുക്ക് കയറി തൊഴുതിട്ടൊക്കെ പോവാമെന്ന്. പക്ഷേ ആ ക്യൂ കണ്ടപ്പോൾ മനസ്സിലായി ഇന്നൊന്നും തൊഴാൻ പറ്റത്തില്ലെന്ന്. പിന്നെ അവരവിടെ സ്റ്റേജിൽ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കടൽ കാണാൻ പോയി ഗൈസ്. നമ്മൾ ഈ ഒരു അമ്പലത്തിനോട് ചേർന്ന് കടലൊക്കെയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ വെറുതെ പറയുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വിചാരിച്ചു സൺസെറ്റൊക്കെ കാണാമെന്ന്. പക്ഷെ അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാ വട്ടവും പറഞ്ഞു എനിക്കിങ്ങനെ കടൽ, പാലം, വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തോന്നുന്നു. പിന്നെ എവിടെ പോയാലും നമുക്ക് ഇതേപോലത്തെ ഒരു ഷോട്ട് മസ്റ്റാണ് ഗൈസ്. കടലിൽ പോയാലും ബീച്ചിൽ പോയാലും കായലിൽ പോയാലും അതേപോലൊരു ഷോട്ട് മസ്റ്റാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളിങ്ങനെ പാനിപ്പൂരി കഴിച്ചാൽ വീട്ടിൽ നിങ്ങൾ കണ്ട് കാണും. പാനിപ്പൂരി മാറ്റിയിട്ട് വേറൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കി, സ്പ്രിങ് പൊട്ടറ്റോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു പേര്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പം നമ്മൾ ഇനിയും അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പാനിപ്പൂരി ഒരു വട്ടം കഴിച്ചിട്ട് ഇനി ട്രൈ ചെയ്യരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് മറ്റേ നമ്മൾ കോളിഫ്ലവർ ഇല്ലേ, അത് കഴിച്ചു. കോളിഫ്ലവർ എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്, എനിക്ക് അറിഞ്ഞൂടാ, കോളിഫ്ലവർ എന്നൊക്കെ ആയിരിക്കും. അത് കഴിച്ചു, അതും നല്ലതായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരുവാതിര കാണാൻ പോയത്. അപ്പോഴത്തേക്കും തിരുവാതിര ഒരു പാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ 2-3 പാട്ടെന്തോ കളിച്ചോളൂ. നമുക്കിവിടെ ടൈം ഉണ്ടായിരുന്നത് 5 മണി തൊട്ട് 6 മണി വരെ എന്തോ ആയിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ലേറ്റായി പോയായിരുന്നു. No power. പിന്നെ ഞാൻ മറ്റേ മണി കിട്ടിയേക്കുന്ന സ്ഥലമില്ലേ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡ്, അവിടെ പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ മൊത്തം ഭയങ്കര ആളായിരുന്നു, അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പോയി കടലിൻ്റെ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ഡാൻസ് കാണാൻ പോയി.
തിരുവാതിരയും കൈകൊട്ടിക്കളിയെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം വീട്ടിൽ കടല് കാണാൻ പോയി. ഞങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ദെൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക.